ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്രാഫ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക, അതിൻ്റെ ഇടയിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ സ്റ്റിക്കർ ബുക്കാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് വീഡിയോ ഇടേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഇതാണ്. അപ്പം എന്താ പറയുക, കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നോട് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നോടിങ്ങനെ കുറച്ച് കമൻസൊക്കെ വരാറുണ്ട്, എത്രയിലാണ് പഠിക്കാറ്, പിന്നെ എവിടെയാണ് വീട് എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ വേറൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, Q&A വീഡിയോ ചെയ്യുമോയെന്ന് ചോദിച്ചിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളാരും കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ പോസ്റ്റിൻ്റെ താഴെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കമൻറ്റ് ചെയ്യാം. എന്നെക്കുറിച്ച് അറിയേണ്ടതും പിന്നെ എൻ്റെ ഫാമിലിനെക്കുറിച്ച് അറിയേണ്ടതും ഒക്കെ നിങ്ങൾക്ക് ആ പോസ്റ്റിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം. കാണുന്നവരാരും കമൻറ്റും ചെയ്യുന്നില്ല, ലൈക്കൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ടാട്ടോ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എന്നെക്കുറിച്ചാണോ അറിയേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ ഫാമിലിനെക്കുറിച്ചാണോ അറിയേണ്ടത്, എന്നെക്കുറിച്ച് എന്താണ് അറിയേണ്ടത്, അതൊക്കെ നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക പോസ്റ്റിൻ്റെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ ആ പോസ്റ്റ് പോയി കാണുക. ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക കേട്ടോ. അപ്പം ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറി. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് എന്തായാലും ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, സ്റ്റിക്കർ ബുക്കാണ്. അപ്പോൾ ഉണ്ടാക്കിയതാ കയ്യാറായി കേട്ടോ. അപ്പം ഞാൻ അതിന് ഈ ഒരു പാറ്റേൺ പേപ്പർ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. പിന്നെ എന്താ പറയുക, പിന്നെ ഈ ഒരു ഗ്ലാസ് ഷീറ്റ് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് തന്നതായിരുന്നു. അപ്പോൾ ആ ഒരു ഇത് തന്നപ്പോഴേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി വീഡിയോ ഇടണമെന്ന്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പം എന്താ പറയുക, എന്നിട്ട് അതിൻ്റെ ഒരു ഡിസൈനായിട്ട് ഞാൻ റിബണൊക്കെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു പാറ്റേൺ പേപ്പർ ഞാൻ തന്നെ ചെയ്തെടുത്തതാണ്. ഫുൾ കവറായിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് പേപ്പറാട്ടോ, കളർ പേപ്പറിൽ അതാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ബുക്ക് ഈ ഒരു ഗ്ലാസ് ഷീറ്റിൽ ഒട്ടിക്കാനായിട്ട് ഞാൻ ഇവിടെ ഡബിൾ സൈഡ് ടാപ്പാണ് എടുക്കുന്നത്. അത് ഉള്ളതായിരിക്കും ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ എന്നാൽ ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ബോറായിട്ട് തോന്നത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിങ്ങനെ നല്ലോണം കറക്റ്റിന് ഒട്ടിച്ചു. അതിൻ്റെ കുറേ പ്രാവശ്യം തെറ്റിപ്പോയി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച് ഒട്ടിച്ചു കൊടുക്കട്ടോ, അല്ലെങ്കിൽ ഗ്ലാസ് ഇങ്ങനെ ആ ഒരു ഗ്ലാസ് ഷീറ്റ് തെറ്റി ഒട്ടിപ്പോയാൽ രസം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നോക്കി ഒട്ടിക്കുക. പിന്നെ ഗ്ലൂവിനോട് ഒട്ടിക്കുന്നത് അത്ര ഇതുണ്ടാവില്ല, ബോറായിരിക്കും, ഇങ്ങനെ കാണും. അതുകൊണ്ടാട്ടോ ഞാൻ ഡബിൾ സൈഡ് ടാപ്പിനോട് ഒട്ടിച്ചത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാനിതിൽ എന്താ പറയുക, കളർ പേപ്പറും A4 കൂടി മിക്സഡ് ആയിട്ടാണ് എന്താ പറയുക പേപ്പർ എടുത്തിട്ടുള്ളത് കേട്ടോ, പേജസ്. അപ്പം നിങ്ങൾക്കും അങ്ങനെ വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. പിന്നെ എൻ്റെ കുറച്ച് അലങ്കാര പണികൾക്ക് ഞാൻ ഇതിന്മേൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആദ്യം സ്റ്റിക്കർ ബുക്ക് എന്താ പറയുക ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് എന്താ പറയുക ഈ വാഷ് ടേപ്പിനോട് അവിടെ ഇവിടെയൊക്കെ അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ ഫുൾ ലുക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്തു. എനിക്ക് നല്ലതുപോലെ എന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പം ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം. ഞാൻ കളർ പേപ്പർ വെച്ചിട്ട് നിങ്ങൾ ആദ്യം മുതലേ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം ഇതിൻ്റെ ഫുൾ ലുക്ക് ഇതാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം എന്താ പറയുക, അടുത്ത വീഡിയോ എന്ത് വീഡിയോ എന്ന് വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം എന്താ പറയുക, അടുത്തത് ഞാൻ ഡയറിയും ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോ തീർച്ചയായിട്ടും ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാതായിരിക്കും. ബൈ.